ഫ്രണ്ട്സ്, DreamBakes Delights പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ തമ്പനയിൽ കാണുന്ന ഈ കേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ എനിക്ക് ഈ കേക്കിന്റെ ഓർഡർ കിട്ടുമ്പോൾ ഇതേവരെ ഞാൻ ഇതിന്റെ ഡിസൈൻ ചെയ്തിട്ടില്ല. എന്നാലും ഈ ഡിസൈൻ ചെയ്യാനുള്ള ഇഷ്ടവും ആ താല്പര്യവും കൊണ്ട് മാത്രം ഞാനത് ഒരു ചലഞ്ച് പോലെ ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി അപ്രീസിയേഷനും കിട്ടി. ഇത് എങ്ങനെയാണ് ചെയ്തത്, നല്ല രസമുണ്ടല്ലോ, എൻ്റെ സാരിയുടെ ഒക്കെ ഡീറ്റെയിൽസ് എങ്ങനെ ചെയ്തു, അതുപോലെ ആ ഓർണമെന്റ്സ് അത് നല്ല റിയൽ പോലെ തന്നെ തോന്നുന്നുണ്ട്, എങ്ങനെ ഇതൊക്കെ ചെയ്തു എന്നൊക്കെ ഒത്തിരി പേരിനോട് ചോദിച്ചു. എന്നാൽ നിങ്ങൾ പലരും വിചാരിക്കുന്ന പോലെ ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കല്ല. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഈ കേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ടൂൾസ് എന്താണ്, അതിലേതൊക്കെ ടെക്നിക്സ് ആണ് ഞാൻ യൂസ് ചെയ്തത് എന്നൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ സാരി കേക്ക് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു നല്ലൊരു ഡിസൈൻ ഒക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ കണ്ട കുറേ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സാരി ഇങ്ങനെ ഫോൾഡ് ചെയ്തതായിട്ട് വെച്ചേക്കുന്നു, പിന്നെ ഒരു പീസ് ഓഫ് ഫോണ്ടന്റ് ഇങ്ങനെ മുന്താണി കാണിക്കാനായിട്ട്, മുന്താണിയിലാണല്ലോ കൂടുതൽ ഡിസൈൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ഫോണ്ടന്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത്. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യം തോന്നിയില്ല. സാരിയോട് ചേർന്ന് തന്നെ മുന്താണി കാണിക്കുന്നത് പോലെ എങ്ങനെ ഫോൾഡ് ചെയ്താലാണ് ആ ഒരു ഡിസൈൻ, ആ ഒരു പാറ്റേൺ വരിക എന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഇങ്ങനെ സാരി മടക്കി ഇങ്ങനെ വെച്ചാൽ എനിക്ക് ഈ മുന്താണി ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് കാണിക്കാം, അതുപോലെ ബോർഡർ കാണിക്കാം എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു പാറ്റേൺ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇത്രയും വലുതായിട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് വലിയ ഒരു കേക്ക് ബോർഡിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോർഡും ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചു. ഓർണമെന്റ്സ് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഓരോ ബാങ്കിൾ അല്ലെങ്കിൽ ഓരോ മാല, നെക്ലസ് അങ്ങനെയൊന്നും ഉള്ള മോൾഡ് കിട്ടുമെന്ന് എനിക്കറിയില്ല. കിട്ടുമായിരിക്കും, എന്തായാലും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള മോൾഡുകൾ, ഇത് സിലിക്കൺ മോൾഡാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റോസിൻ്റെ ഒക്കെ ലേസ് പോലെ കിട്ടുന്ന ഒരു മോൾഡാണ്. ബീഡ്സ്, ഇതൊക്കെ നമ്മൾ സ്ഥിരം കേക്കുകൾക്ക് ബോർഡർ ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ഈ മോൾഡിലെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ കിട്ടുമെന്ന്. ഇങ്ങനെയൊക്കെ ചെയ്ത നല്ല ഡിസൈൻസ് കിട്ടും, പക്ഷെ എന്തോ എനിക്കങ്ങ് മനസ്സുകൊണ്ടൊരു തൃപ്തി വന്നില്ല. അവസാനം ഞാൻ ഈ മോൾഡ് തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചു. ഇതുപോലെ ഉള്ള ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ മോൾഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ബാങ്കിളും അതുപോലെ തന്നെ നമ്മുടെ നെക്ലസിന്റെ താഴത്തെ പാർട്ടും ചെയ്തെടുത്തത്. ഇനി നെക്ലസിന്റെ മുകളിലത്തെ പാർട്ടിനായിട്ട് ഞാൻ ഈ ഒരു ഡിസൈനാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ ഡിസൈനും രണ്ടാമത്തെ ഡിസൈനും ഒക്കെ ചേർത്ത് ഒരു ബൗളിന്റെ സൈഡിൽ സെറ്റ് ചെയ്ത്, അപ്പോൾ ആ ഒരു ആംഗിളിൽ നമുക്ക് ഈ നെക്ലസ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഇതുപോലെ തന്നെയാണ് ബാംഗിളും സെറ്റ് ചെയ്തത്. ബാംഗിൾ സെറ്റ് ചെയ്യാനായിട്ട് ഒരു കുക്കി കട്ടർ, കാരണം കറക്റ്റ് റൗണ്ടിൽ നമുക്ക് കിട്ടാനായിട്ട് ഒരു കുക്കി കട്ടർ എല്ലാം വെച്ചിട്ട് അതിന് ചുറ്റോട് ചുറ്റും നമുക്കിതിനെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ എന്തായാലും കമ്മലുണ്ടാക്കാനായിട്ട് ഇതുപോലെ ആണ് ചെയ്തത്. നെക്ലസിന്റെ മുകളിലത്തെ പാർട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിന്റെ സൈഡിലോട്ട് നെക്ലസിന്റെ രണ്ടാമത്തെ പാർട്ടും വെച്ച് എഡിബിൾ ഗ്ലൂ വെച്ച് സെറ്റ് ചെയ്തു. ഒരു ട്രയൽ ആൻഡ് എറർ നടത്തിയിട്ടാണ് ഒരു ഡിസൈൻ, ഒരു മാച്ചിങ് ഡിസൈനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കമ്മലിന്റെ ബാക്കിൽ ഒരു മുട്ടും പിരിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എത്രയും നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും നമുക്കും ഒരു സന്തോഷം കിട്ടും, കാണുന്നവർക്കും അതൊരു ഭയങ്കര അത്ഭുതമായിരിക്കും. ഇത് ഫ്ലവർ വയേഴ്സ് ആണ്. ഈ ഫ്ലവർ വയേഴ്സിന്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതും അതിൽ ഫിക്സ് ചെയ്ത് ഗോൾഡ് പെയിന്റ് ചെയ്യായിരുന്നു. നെക്ലസ് ചെയ്ത അതേ ഡിസൈൻ വെച്ച് മോതിരം ചെയ്താൽ ഒത്തിരി വലിപ്പം കൂടുതലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു മോൾഡ് ഉണ്ടായിരുന്നു, പേളിൻ്റെ ഒരു മോൾഡ്. അപ്പോൾ അതിൽ ഈ മിഡിൽ ഭാഗത്തെ മോൾഡിൽ ഇതുപോലെ കുറച്ച് ഫോണ്ടന്റ് വെച്ച് ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ചെറിയൊരു മോതിരം ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തത്. അപ്പോൾ ഈ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഒത്തിരി ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗോൾഡ് പെയിന്റ് കൊടുത്തു. ഒന്നാമത്തെ രണ്ടാമത്തെ ഒക്കെ കോട്ടിങ് കൊടുത്ത് നമ്മൾക്ക് തൃപ്തിയായതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു എഡിബിൾ ഗോൾഡ് സ്പ്രേ ചെയ്താൽ നല്ല ഒരു ഗ്ലേസിങ്ങും ഒരു ഫിനിഷിങ്ങും ഒക്കെ നമ്മുടെ ഈ ഗോൾഡൻ വർക്കുകൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തു, അതിനെ സെറ്റാക്കി. ഗോൾഡൻ നെക്ലസിന്റെ പുറകിൽ നമ്മൾ കെട്ടിവെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നൂലുണ്ടല്ലോ, ഗോൾഡനും റെഡ് നൂലൂടെ ചേർത്ത് പിരിച്ചെടുത്ത ഒരു നൂല്, അത് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു എക്സ്ട്രൂഡറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ എക്സ്ട്രൂഡറിനകത്തോട് ഞാൻ ഈ ഗോൾഡനും റെഡും ഫോണ്ടന്റ് ഇട്ട് ഇതുപോലെ പിരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ കനം കുറഞ്ഞ നൂല് പോലെയുള്ള ഫോണ്ടന്റ് നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ടൂൾസ് ഒക്കെ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ നൂല് ചെയ്തെടുത്തത്. അതിനുശേഷം അതിനെ പതുക്കെ
2 ഇഴ ചേർത്ത് പിരിച്ചെടുത്തു. പിന്നെ ആ നെക്ലസിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ കൊളുത്തും അതൊക്കെ നമ്മൾ ചെറുതായിട്ട് പതുക്കെ ക്ഷമയോടെ ഒട്ടിച്ച് എടുത്തതാണ്. അങ്ങനെ എൻ്റെ നെക്ലസും റെഡിയായി, എല്ലാ ഓർണമെൻറ്റ്സും ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനെ ഞാൻ ഒരു ദിവസം മുന്നെയാണ് ഇത് ചെയ്ത് വെക്കുന്നത്. ഓർണമെന്റ്സ് ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം അതിൽ വേണ്ട ഡീറ്റെയിൽസ് ചെറിയ ബീഡ്സും ഒക്കെ വെച്ച് അതിനെ നന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭംഗിയാക്കുക. അപ്പോൾ അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേക്ക് നന്നായിട്ട് ഗനാഷ് ചെയ്ത് ഫ്രിഡ്ജിൽ നല്ല സെറ്റ് ചെയ്ത് ആണ്. അതിനെ നമ്മൾ പുറത്തെടുത്ത് ഇനി ഫോണ്ടന്റ് വെച്ച് കവർ ചെയ്യുന്നു. അപ്പോൾ ആദ്യം മഞ്ഞ കളറിലുള്ള സാരിയാണ് എന്ന് പ്ലാൻ ചെയ്തിട്ട് മഞ്ഞ ഫോണ്ടന്റ് വെച്ചുകൊണ്ട് ജസ്റ്റ് അതിനെ ഒന്ന് കവർ ചെയ്തെടുത്തു. സാരിയിലെ ആ ബോർഡർ അതെങ്ങനെയാണ് ചെയ്തതെന്നാണ് കുറേ പേര് ചോദിച്ചത്. ബോർഡർ കൊടുക്കാനായിട്ട് ഓറഞ്ച് ബോർഡർ പ്ലാൻ ചെയ്തു. എന്നിട്ട് ഓറഞ്ച് ഫോണ്ടന്റ് ഇതുപോലെ കട്ട് ചെയ്ത് 4-5 വർഷം മുമ്പ് വാങ്ങിച്ചു വെച്ച ഒരു സ്റ്റെൻസിലാണ്. ഇത് കണ്ടിട്ട് ഇതിന്റെ ഭംഗി കണ്ട് വാങ്ങിച്ചതാണ്. ആദ്യമായിട്ട് ഞാനിത് യൂസ് ചെയ്തത് ഈ കേക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്റ്റെൻസിൽ ഇതുപോലെ തന്നെ ഫോണ്ടന്റ് പീസിന്റെ മുകളിൽ വെക്കുക. അതിനുശേഷം നമ്മളുടെ ഒരു ബോൾ ഡസ്റ്റ് എടുത്ത് ജസ്റ്റ് ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഒന്ന് തൂത്ത് കൊടുത്താൽ നമ്മൾ പതുക്കെ ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ നല്ല പ്രിന്റ് അവിടെ പ്രിന്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ അതിനെ കണ്ടിന്യൂ ചെയ്ത് ഒരു ബോർഡർ ആക്കിയെടുത്തു. എന്തായാലും ഇതുപോലെ തന്നെ നമ്മൾ ബോർഡറും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ബോർഡറിന് വേണ്ട സൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുക, പൈപ്പിംഗ് പോലെ ഒക്കെ ഫോണ്ടന്റ് കട്ട് ചെയ്ത് വെച്ച് സെറ്റ് ചെയ്യുക. ഇനി അതിൻ്റെ മുന്താണി, അതിൻ്റെ പല്ലവ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളർ ഫോണ്ടന്റ് നന്നായിട്ട് ഇതുപോലെ റോൾ ഔട്ട് ചെയ്തെടുത്തിട്ട് ഏകദേശം ആ ഒരു ഷേപ്പിലൊക്കെ വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ ബോർഡറും ഇതുപോലെ തന്നെ ഈ സ്റ്റെൻസിൽ വെച്ച് കൊടുക്കുകയായിരുന്നു. അതിനുശേഷം അടുത്ത ഒരു ഡിസൈൻ, അതിന് കാഞ്ചീപുരം സാരിക്കൊക്കെ സ്ഥിരം കാണുന്ന ഒരു ഡിസൈനാണ്, ഒരു ഫെദറിൻ്റെ ഡിസൈൻ. ഇതും കുറേ നാളുകൾക്ക് വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു സ്റ്റെൻസിലാണ്. ഇതും എനിക്ക് ഈ കേക്കിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. സ്റ്റെൻസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എവിടെയാണോ അത് പ്ലേസ് ചെയ്യുന്നത് അത് അവിടെ തന്നെ ഇരിക്കാൻ സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് മൂവ് ചെയ്യരുത്. അങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻ നന്നായിട്ട് വല്ലാതെ ഡിസ്റ്റർബ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഈ സ്റ്റെൻസിലാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കേക്കിനെ ഇത്രയും ഭംഗിയാക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കാഞ്ചീപുരം സാരി ഇവിടെ നല്ലൊരു ഡിസൈനാണ്. പിന്നെ ബോർഡേഴ്സ് എല്ലാം കൊടുത്ത് മുന്താണിയിൽ കുറച്ച് എക്സ്ട്രാ വർക്ക് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഫെദർ കൊണ്ടുള്ള ആ ഒരു സ്റ്റെൻസിൽ വർക്ക് കുറച്ച് കൂടുതലായിട്ട് ചെയ്തു. അതിനുശേഷം അടുത്ത സ്റ്റെൻസിൽ, ഈ 3 സ്റ്റെൻസിലാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ കേക്കിൽ. ചെറിയ പൂക്കളുടെ ഈ സ്റ്റെൻസിൽ അത് വെച്ചിട്ട് ഒരു പൂവിന് മാത്രം ഡസ്റ്റ് ചെയ്ത് അതിൻ്റെ ഓരോരോ സിംഗിൾ ഡിസൈനായിട്ട് ഇടയ്ക്കെല്ലാം കൊടുക്കുകയായിരുന്നു. ഇപ്പം നമ്മുടെ സാരി ഏകദേശം ഒക്കെ ഒന്ന് ഫിനിഷിങ് ആയി. ഇനി അതിന് വേണ്ട ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വർക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് മുന്താണിയിലുള്ള ആ ചെറിയ നൂലിൻ്റെ കെട്ടുകളും എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് സാരി കേക്ക് റെഡിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓർണമെന്റ്സ് ഓരോന്നിനെയും പതുക്കെ എടുത്ത് നമ്മുടെ കേക്കിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഓരോന്നിനെയും വെക്കുമ്പോൾ നമ്മൾ കുറച്ച് എഡിബിൾ ഗ്ലൂ അതിൻ്റെ അടിയിൽ ഒന്ന് തേച്ച് കൊടുക്കാനായിട്ട് മറക്കല്ല. കാരണം നമ്മളിത് പാക്ക് ചെയ്ത് കൊടുത്തു വിടുമ്പോൾ എല്ലാം അതിൻ്റെ തന്നെ പ്ലേസിൽ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ഡിസൈൻ ചെയ്യാനായിട്ട് അതിൻ്റെ എല്ലാ ടൂൾസും എല്ലാ എക്യുപ്മെന്റ്സും നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് നമുക്ക് അതിൻ്റെ ഡിസൈൻ പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഡിസൈൻ അതുപോലെ തന്നെ കോപ്പി ചെയ്യാനായിട്ട് ആ സെയിം ടൂൾ തന്നെ നമ്മൾ വാങ്ങാനായിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എളുപ്പത്തിൽ ചെയ്യാം, ഇത് എളുപ്പമാണ്, സിമ്പിൾ വർക്കാണെന്നൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ശരിക്കും ഇത് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. നമ്മൾ ഡിസൈൻ നമ്മുടെ മനസ്സിൽ പ്ലാൻ ചെയ്യണം. ഓർണമെന്റ്സ് ഒക്കെ ആണെങ്കിലും 2-3 ഡിസൈൻ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഞാൻ അങ്ങോട്ട് ഫൈനലൈസ് ചെയ്തത്. അപ്പം നമുക്ക് ശരിക്കും ഇച്ചിരി സമയം നമ്മൾ ഇതിനു വേണ്ടി മെനക്കെടണം. പിന്നെ നമ്മുടെ ആ ആഗ്രഹം അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഇനിയും ഏത് തരത്തിലുള്ള കേക്ക് ഡെക്കറേഷൻ വീഡിയോസാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ പുതിയ കേക്ക് റെസിപ്പികളുമായിട്ടും ഒക്കെ ഞങ്ങൾ ഇനിയും വരും. അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.